ഞാൻ പരിഗണനയ്ക്ക് വേണ്ടി നിൽക്കുന്നയാളല്ലല്ലോ. ഞാൻ ഒരു കാലത്തും പരിഗണനയ്ക്ക് വേണ്ടി നിന്നിട്ടില്ലല്ലോ. ഞാൻ ഒരിക്കലും ഞാൻ ഷൊർണൂർ MLA ആയപ്പോൾ ഞാൻ ആരോടെങ്കിലും ആവശ്യപ്പെട്ടോ എന്നെ MLA ആക്കണമെന്ന്? ഞാൻ ടൂറിസത്തിന്റെ ചെയർമാൻ ആയപ്പോൾ ഞാൻ ആരോടെങ്കിലും ആവശ്യപ്പെട്ടിരുന്നോ ചെയർമാൻ ആകണമെന്ന്? ഒന്നും ആവശ്യപ്പെട്ടിട്ടല്ല. ഞാൻ ഇന്ന സ്ഥാനത്തേക്ക് വരേണ്ട ആളാണ് എന്ന് ഞാൻ അങ്ങോട്ട് പോയി പറയുന്ന രീതി, ഒരു സ്വഭാവം എനിക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഞാൻ അതിനേക്കാളെല്ലാം താല്പര്യം കാണിക്കാറുള്ളത് ജനങ്ങളുടെ കൂടെ നിൽക്കാനാണ്, ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിലാണ്, അവന്റെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിലാണ്. ആ പ്രവർത്തനവും ആ പ്രവർത്തന ശൈലിയും ഭാവിയിലും തുടരും, ഒരു സംശയങ്ങൾക്ക് വേണ്ട. അവന്റെ CPM-ന്റെ ഒരു കുത്തക മണ്ഡലാണല്ലോ ഒറ്റപ്പാലം എന്ന് പറയുന്നത്. കഴിഞ്ഞ 10-40 കൊല്ലക്കാലമായിട്ട് CPM-ന്റെ കയ്യിലുള്ളൊരു മണ്ഡലാണത്. ആ മണ്ഡലത്തിൽ എളുപ്പത്തിൽ ജയിച്ചു കളയാം എന്നുള്ള വിചാരത്തോടു കൂടിയല്ല ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അപ്പോൾ ഫൈറ്റ് ചെയ്ത് പിടിക്കുക എന്നുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അതിൽ നമ്മൾ ജയിക്കുമായിരുന്നു, ഞാൻ ജയിക്കുമായിരുന്നു. പക്ഷേ ഇതിൽ പറ്റിപ്പോയ ഇത് UDF-ന്റെ വോട്ട് കുറഞ്ഞുപോയി. അല്ല, എനിക്ക് മാനസികമായിട്ട് അങ്ങനെ സംഭവിക്കുന്ന ഒരാളല്ലല്ലോ ഞാൻ. നിങ്ങളെ എത്ര കാലമായിട്ട് നിങ്ങൾക്ക് എന്നെ അറിയാം, ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്നെ അറിഞ്ഞൂടെ? ഇപ്പം ഞാൻ ഇന്നലെ ഞങ്ങളുടെ യോഗം ഇവിടെ ചേർന്നപ്പോൾ ആളുകൾ അന്തം വിട്ടുപോയി. ഞാൻ അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു. ഭാവിയിൽ എന്ത് ചെയ്യണമെന്നതിനെ പറ്റി ഡയറക്ഷൻ കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. അവർ ചോദിച്ചു, നിങ്ങൾക്ക് എവിടുന്നാണ് ഈ കാലിബർ കിട്ടുന്നത്? ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന് പരാജയപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിലും നിങ്ങൾ അക്ഷോഭ്യരായിട്ട് കാണുക. കാരണം ഞാൻ അക്ഷോഭ്യരാണ് എല്ലാ സന്ദർഭത്തിലും. എനിക്കിങ്ങനെ ഒരു ചെറിയ പതറിച്ച പോലും എനിക്കുണ്ടാവില്ല. കാരണം ഞാൻ രാഷ്ട്രീയ രംഗത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറിയായി. ഇനി ഇവിടുന്ന് അങ്ങോട്ടും പതറിച്ചയില്ലാതെ തന്നെ മുമ്പോട്ട് പോകും, ഒരു സംശയവും വേണ്ട. നിലപാടുമായിട്ട് മുമ്പോട്ട് പോകും. കേരളത്തിലെ മലയാളിയുടെ മനസ്സ്, കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന കേരളത്തിലെ മനുഷ്യൻ, അവൻ ആവേശത്തോടു കൂടി കാത്തിരുന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തിലേക്ക് ഈ നാട് വരാൻ പോവുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ എത്താൻ പോവുകയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി അധികാരത്തിന്റെ തണലിൽ തോന്നിവാസവും അഴിമതിയും ഒക്കെ കാട്ടിക്കൂട്ടിയ ആളുകൾ അത് നടത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഭാവിയിൽ എത്താൻ പോകുന്നു എന്ന് മാത്രമല്ല, ഇതിൽ നടത്തിയ കാര്യങ്ങളെ സംബന്ധിച്ച് ഉള്ള പരിശോധനയും അന്വേഷണവും നടക്കും എന്ന കാര്യം കൂടി സന്ദർഭത്തിൽ ഞാൻ പറയുന്നു. ഒരുമയോടെ തിളങ്ങട്ടെ ഈ ആഘോഷക്കാലം. നിവ ഗോൾഡ് ഒരുക്കുന്നു വിഷു, ഈസ്റ്റർ, ബക്രീദ് ഫെസ്റ്റീവ് ഓഫർ. നിങ്ങളുടെ ഇഷ്ടാഭരണങ്ങൾ ഇനി 1% പണിക്കൂലിയിൽ സ്വന്തമാക്കാം. മെയ് 30 വരെയുള്ള നിങ്ങളുടെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കും കേരള മോഡൽ ആഭരണങ്ങൾക്ക് പണിക്കൂലി 1% മാത്രം. ബോംബെ ബംഗാളി ആഭരണങ്ങൾക്ക് പണിക്കൂലി 2% മാത്രം. രാജ്കോട്ട്, കൽക്കട്ട ട്രഡീഷണൽ ആഭരണങ്ങൾക്ക് പണിക്കൂലി 3% മാത്രം. സിംഗപ്പൂർ ആന്റിക് ബ്രാൻഡഡ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 4% മാത്രം. ടർക്കിഷ് ടെമ്പിൾ പ്രീമിയം ആഭരണങ്ങൾക്ക് പണിക്കൂലി 5% മാത്രം. ഡയമണ്ട് പ്രഷ്യസ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. ഒപ്പം ആകർഷകമായ സ്വർണ്ണ സമ്പാദ്യ പദ്ധതികളും. അണിഞ്ഞൊരുങ്ങാം ഈ ആഘോഷക്കാലം നിവ ഗോൾഡിനൊപ്പം. നിവ ഗോൾഡ്, ചെർപ്പുളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.